ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലായ മല്ലു ദോയ്സ് ഹബിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് തൊട്ട് നമ്മുടെ ജർമ്മൻ A1-ന്റെ ഫ്രീ ക്ലാസ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫ്രീ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളത് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നമ്മൾ ജർമ്മൻ ഭാഷയ്ക്ക് വേണ്ടി ചേർന്നാലോ ഒരു ഗുരുവിലെ പോയി കയറിയാലോ എവിടെയായാലും നമുക്ക് എന്താണോ കിട്ടുന്നത് അത് തന്നെ നമ്മുടെ ചാനലിൽ കൂടെ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറിയാലും എവിടെ കയറിയാലും നമുക്ക് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് വെച്ച് തന്നെയായിരിക്കും. ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ആൽഫബറ്റ് ആണ് എല്ലാ ഭാഷയുടെയും ബേസ്. അപ്പം ജർമ്മൻ ഭാഷയുടെയും ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റ് തന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആൽഫബറ്റ് മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊത്തം നമ്മൾ ആൽഫബറ്റിന്റെ കേസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജർമ്മൻ ഭാഷയിൽ മൊത്തം 30 ആൽഫബറ്റ്സ് ആണ് നമുക്കുള്ളത്. നമ്മുടെ ABCD നമ്മുടെ നോർമൽ ഇംഗ്ലീഷിൽ എത്ര ലെറ്റേഴ്സ് ആണോ ഉള്ളത് അതുപോലെ തന്നെ ജർമ്മൻ ഭാഷയിലും 26 പ്ലസ് ഒരു 4 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ജർമ്മൻ ഭാഷയിൽ വരുന്നത്. മൊത്തം 26 4 30 ആൽഫബറ്റ്സ് ആണ് നമുക്ക് ജർമ്മൻ ഭാഷയിലുള്ളത്. അപ്പം ഈ ആൽഫബറ്റ്സിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൽഫബറ്റ്സ് ഉണ്ടെങ്കിൽ ഏതൊരു വേർഡിന്റെയും കറക്റ്റ് പ്രൊനൗൺസിയേഷനും സ്പെല്ലിങ്ങും എല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയെന്ന് വെച്ച് നമുക്ക് നമ്മുടെ ജർമ്മൻ ഭാഷയിലോട്ട് വരുമ്പോൾ നമ്മുടെ ABCD ഇംഗ്ലീഷ് ലെറ്റേഴ്സിലെല്ലാം പ്രൊനൗൺസിയേഷൻ എക്ക് നമ്മൾ ഇംഗ്ലീഷിലെ എ എന്നാ പറയുന്നതെങ്കിൽ നമ്മുടെ ജർമ്മൻ ഭാഷയിലോട്ട് വരുമ്പോഴത്തേക്കും അതിന് ആ എന്നായിരിക്കും നമ്മൾ എക്ക് പറയുന്നത്. അതുപോലെ ഓരോ ലെറ്റേഴ്സിനും നമുക്ക് അതുപോലെ വ്യത്യാസമുണ്ട് ജർമ്മൻ ഭാഷയിലോട്ട് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ ആവശ്യകത എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരൊക്കെ സ്പേര് അല്ലെ, നമ്മളിപ്പം ജർമ്മൻ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ജർമ്മനിയിൽ പോയി നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രോഗിയുടെ പേരോ അല്ലെ മെഡിസിൻ്റെ മെഡിക്കൽ ടേംസോ എല്ലാം പറയുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്പെൽ ഔട്ട് ചെയ്യേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെറ്റർ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു ആവശ്യകത വരുമ്പോൾ സ്പെല്ലിംഗ് നമ്മൾ പറയേണ്ട വരുമ്പോൾ നമുക്ക് ഈ പ്രൊനൗൺസിയേഷൻ മസ്റ്റായിട്ട് പറഞ്ഞിരിക്കണം. മെയിനായിട്ട് നമ്മുടെ പേര് അഡ്രസ്സ് അതൊക്കെയാണ് നമ്മളോട് ചോദിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആൽഫബറ്റ്സിൽ നമ്മൾ ആദ്യം തുടങ്ങുന്നത് നമ്മൾ ഇംഗ്ലീഷിൻ്റെ 26 ലെറ്റേഴ്സ് കൊണ്ട് തന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പം ABCDയിൽ തുടങ്ങുമ്പോൾ എക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്ക് ആ എന്നാണ് നമ്മുടെ ജർമ്മനിൽ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പം അതിൻ്റെ ഒരു വേർഡ് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ആപ്പിൾ എന്നുള്ള വേർഡ് നമുക്ക് എടുക്കാം. ഈ ആപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിലെ ആപ്പിളാണ് ജർമ്മനിൽ നമ്മൾ ആപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഞാൻ എഴുതുവാണ് ആപ്പിൾ. ഓക്കെ. അപ്പം നമ്മൾ ആപ്പിൾ എന്ന് പറയുന്ന സാധനം ഇവിടെ വേണമെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിൽ നമ്മൾ പറയും ഏപ്പിൾ എന്നായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മുടെ ജർമ്മനിൽ വരുമ്പോഴത്തേക്കും എക്ക് നമ്മൾ ആ എന്ന പ്രൊനൗൺസിയേഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ആപ്പിൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. ആപ്പിൾ എക്ക് ആ എന്നാണ്. അതുപോലെ ബിക്ക് ബേ എന്നാണ് നമ്മുടെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ബിക്ക് ബേ എന്ന്. അപ്പം അതിൻ്റെ ഒരു വേർഡായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ബനാന എടുക്കാം. ബനാന ബിക്ക് ബേ എന്നുള്ള സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ബനാന എന്നുള്ള രീതി പറയുമ്പം ഇവിടെ ബനാനെ എന്നായിരിക്കും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, ബനാനെ. അപ്പം സിയിലോട്ട് വരുവാണെങ്കിൽ സിക്ക് സേ എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഇത് സ്പെൽ ഔട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഒരാളുടെ പേര് അലൻ എന്നാണ്, ആളുടെ സ്പെല്ലിംഗ് പറയാൻ പറയുമ്പോഴത്തേക്കും ആൾ തുടങ്ങുന്നത് എക്ക് പകരം ആ, എല്ലിന് പകരം എൽ, എല്ലിന് സെയിം പ്രൊനൗൺസിയേഷൻ ആയതുകൊണ്ട് തന്നെ എൽ, ഇക്ക് പ്രൊനൗൺസിയേഷൻ എ എന്ന. അപ്പം ആ, എൽ, എ അങ്ങനെയായിരിക്കും ആള് സ്പെൽ ഔട്ട് ചെയ്യുന്നത്. അപ്പം സിക്ക് സേ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വേർഡ് പറയുകയാണെങ്കിൽ കൗച്ച്. നമ്മുടെ നാട്ടിലെ ഈ സോഫയ്ക്കാണ് അവിടെ സോഫയും കൗച്ചും എല്ലാം നമ്മുടെ നാട്ടിൽ പറയും. അപ്പം കൗച്ച് എന്ന് തന്നെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഇനി ഡിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഡിക്ക് ഡേ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു വേർഡ് എടുക്കുവാണെങ്കിൽ ഡോയ്ച്ച്ലാൻഡ്. ഡോയ്ച്ച്ലാൻഡ് എന്ന് പറയും. ഡോയ്ച്ച്ലാൻഡ് എന്ന് പറയുന്നത് ജർമ്മനിയാണ് ഈ ഡോയ്ച്ച്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ ഇയിലോട്ട് കിടക്കാം. ഇക്ക് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എ എന്നാണ്. നമ്മുടെ ജർമ്മനിൽ ഇക്ക് എ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വാക്കെടുക്കുവാണെങ്കിൽ എലഫന്റ്. എലഫന്റ് നമ്മുടെ നാട്ടിലെ ആന.
നമ്മൾ ഇംഗ്ലീഷിൽ എലിഫന്റ് എന്ന് പറയുന്ന സാധനം അവിടെ വരുമ്പോൾ എലഫന്റ് ആയി. ഇക്ക് എ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ എലഫന്റ് എന്നാണ് പറയുന്നത്. അതുപോലെ എഫിന് നമ്മൾ എഫ് എന്ന പ്രൊനൗൺസിയേഷനാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ ഫിഷ് എന്നായിരിക്കും നമ്മൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. എഫ് എന്നുള്ള ഒരു ക്ലിയർ വരുന്നില്ല, ഫിഷ് എന്നായിരിക്കും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അതുപോലെ തന്നെ ജിക്ക് ഗേ എന്നാണ് അത് നമ്മൾ സ്പെൽ ഔട്ട് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പം ജി ഒക്കെ പേരിൽ സ്പെല്ലിങ്ങിൽ നമ്മുടെ ജി ഉണ്ട്, അവരൊക്കെ ഇച്ചിരി പെട്ടു എന്ന് പറയാം. കാരണം പേര് പറഞ്ഞു വരുമ്പം ജിക്ക് നമ്മൾ ഗേ എന്ന് നമ്മൾ സ്പെൽ ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ ഗിറ്റാര്. നമ്മുടെ നാട്ടിലെ ഗിത്താറാണ് അവിടുത്തെ ഗിറ്റാരെ എന്ന് പറയുന്നത്. ഇപ്പം ഗിറ്റാരെ എന്നുള്ള വേർഡ് നമ്മൾ സ്പെൽ ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗേ, ഇ, ടേ, ടേ, ആ, എർ, എ എന്നായിരിക്കും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പം ജി ഒക്കെ ഉള്ള പേരുള്ളവരൊക്കെ ഉണ്ട്, പെട്ടു എന്ന് മനസ്സിലാക്കുക. അപ്പം എച്ചിന് നമ്മൾ ഹ എന്നാണ് എച്ചിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അതിൻ്റെ ഒരു വേർഡ് എഴുതുവാണെങ്കിൽ ഹൗസ് എന്ന്. നമ്മുടെ നോർമൽ ഇംഗ്ലീഷിലെ ഹൗസ് തന്നെയാണ് വീട്, അത് തന്നെയാണ് നമ്മൾ ഈ ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഐയുടെ പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ അവിടെയാണ് ഏറ്റവും മെയിൻ മാറ്റം വരുന്നത്. എയ്ക്ക് നമ്മൾ ആ എന്നും, ഇക്ക് നമ്മൾ എ എന്നും, ഐക്ക് നമ്മൾ ഇ എന്നുമാണ് പ്രൊനൗൺസിയേഷൻ ചെയ്യുന്നത്. മൂന്നും മിക്സ് ആവുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ഐക്ക് ഇ എന്നാണ് പ്രൊനൗൺസിയേഷൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു വേർഡ് നോക്കുവാണെങ്കിൽ ഈഗിൾ. ഐഗിൾ എന്നായിരിക്കും നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്നത്, പക്ഷേ ജർമ്മനിലോട്ട് വരുമ്പോൾ അതിനെ ഈഗിൾ എന്നാണ് നമ്മൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഈഗിൾ എന്ന് പറയുമ്പോൾ ഈഗിൾ എന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷേ അതല്ല സംഭവം. നമ്മുടെ നാട്ടിലെ മുള്ളം പന്നി, അതാണ് സംഭവം. ഈഗിൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മുള്ളൻ പന്നി, അതാണ് ഈഗിൾ എന്ന് പറയുന്നത്. അപ്പം ജെയ്ക്ക് ഇനി അടുത്ത ലെറ്റർ ജെയ്ക്കാണ് ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത്. യോട്ട് എന്നാണ് അതൊരു ഒറ്റ ലെറ്റർ ആയിട്ട് നമ്മൾ പറയുമ്പോൾ പറയുന്നത്, യോട്ട് എന്ന്. ഇപ്പം അതിൻ്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ യോഗട്ട്. നമ്മുടെ ഇംഗ്ലീഷിൽ ഈ സാധനം വായിക്കുവാണെങ്കിൽ ജോഗട്ട് എന്നായിരിക്കും നമ്മൾ വായിക്കുന്നത്, ജോഘട്ട് ആയിരിക്കും നമ്മൾ വായിക്കുന്നത്. പക്ഷേ അവിടെ വരുമ്പോഴത്തേക്കും ജെ എല്ലാ ജെ നമ്മൾ എവിടെ കാണുന്നത് വൈ കൂട്ടിയേ വായിക്കാവുള്ളൂ. യോഗട്ട് എന്നായിരിക്കും, യോഗട്ട് എന്നായിരിക്കും നമ്മൾ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഇത് നമ്മുടെ ഇംഗ്ലീഷിലുള്ള തന്നെ യോഗട്ട്, ആ കേർഡിൻ്റെ പ്രൊഡക്റ്റ്, അത് തന്നെയാണ് നമ്മുടെ ഈ സാധനം. ഇനി നമ്മൾ കെയിലോട്ട് വരുവാണെങ്കിൽ കെയുടെ പ്രൊനൗൺസിയേഷൻ എന്ന് വരുന്നത് ക എന്നായിരിക്കും വരുന്നത്. ഇപ്പം അതിൻ്റെ ഒരു വേർഡ് എഴുതുവാണെങ്കിൽ കഫേ എന്ന് പറയുമ്പം നമ്മൾ ഓർക്കും കോഫി ഷോപ്പ്, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും അല്ല. അതിൻ്റെ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി, ടീ ഓർ കോഫി എന്ന് ചോദിക്കുന്ന പോലെയാണ് ടേ ഓർഡർ കഫേ എന്നാണ് നമ്മൾ പറയുന്നത്. ടീക്ക് ടേ എന്നും, അതിൻ്റെ വ്യത്യാസം വരുന്നത് ടി ഇ എന്നായിരിക്കും അതിൻ്റെ ലെറ്റർ വരുന്നത്. ഓറിന് നമ്മൾ ഓർഡർ എന്നായിരിക്കും പറയുന്നത്, കോഫിക്ക് നമ്മൾ കഫേ എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ല് സെയിം തന്നെയാണ്. ഇനി അങ്ങോട്ട് 2-3 ലെറ്റേഴ്സ് സെയിം തന്നെയാണ്. എല്ലിനെ എൽ എന്ന് തന്നെയായിരിക്കും നമ്മൾ പറയുന്നത്. അതിൻ്റെ വേർഡ് പറയുകയാണെങ്കിൽ ലീബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലവ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു വെർബാണ്. ഈ നമ്മൾ വെർബുകളെ എപ്പോഴും നമ്മൾ എന്നാ പറയുന്നത്, ഷോർട്ട് ആക്കി എഴുതുള്ളൂ. ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആയിരിക്കും. പക്ഷേ നൗണുകളെല്ലാം നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും. അത് ഒരു വലിയ വ്യത്യാസമാണ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഈ നോമിനുകൾക്ക് എപ്പോഴും ദർ, ദി, ദസ്, തി അങ്ങനെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലും, ദി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പ്ലൂറലിലും ഫെമിനിനും ആയിരിക്കും നമ്മൾ അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ദസ് എന്ന് പറഞ്ഞാൽ നോയട്രം എന്ന് പറയുമ്പോൾ നമുക്ക് തിങ്സ്, മറ്റേ ഹാൻഡി, അതൊക്കെ ഉദ്ദേശിക്കാം. അപ്പം വീട് വരുന്നുണ്ടോ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. എന്നാലും ന്യൂട്രൽ ആയിട്ടുള്ള തിങ്സിനൊക്കെയാണ് നമുക്ക് അത് വരുന്നത്. അപ്പം അടുത്ത ലെറ്ററിലോട്ട് നമുക്ക് പോയി. ഈ എല്ലെന്ന് പറയുമ്പം നമുക്ക് കറക്റ്റ് അതേ പ്രൊനൗൺസിയേഷൻ തന്നെയാണ് വരുന്നത്. എല്ലെന്ന് അതിൻ്റെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ലീബെ എന്ന് പറയും. ലീബെ എന്ന് പറഞ്ഞാൽ ടു ലവ് എന്നാണ്. അപ്പം ജർമ്മനിൽ നമ്മൾ പറയുക ഇഷ് ലീബെ ദിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലവ് യു എന്ന് പറയുന്നതാണ് നമ്മൾ ജർമ്മനിൽ ഇഷ് ലീബെ ദിഷ് എന്ന് പറയുന്നത്. അപ്പം അടുത്തത് എമ്മിലോട്ട് വരുവാണെങ്കിൽ എമ്മും അതേ പ്രൊനൗൺസിയേഷൻ തന്നെ,
അപ്പം ഇതിന്റെ ഒരു വാക്ക് പറയുവാണെ മൻ. മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ. നമ്മുടെ ഇംഗ്ലീഷിലെ മാൻ ആണ്. മാൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ, അല്ലെ ഒരു മെയിൽ എന്നുള്ള പോലെയാണ് നമ്മുടെ മൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത എൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്നിനും സെയിം പ്രൊനൗൺസിയേഷൻ തന്നെ എൻ തന്നെയാണ് നമ്മുടെ അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു വാക്ക് പറയുവാണ് നാഗൽ. നാഗൽ എന്ന ഒരു വാക്ക്. ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത് നെയിൽ, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ പറയുവാണെങ്കിൽ ആണി. നമ്മൾ ഭിത്തിയിലൊക്കെ തറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആണി, അതിനെയാണ് ഈ നാഗൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓ. ഓയ്ക്ക് ഒരു സ്പെഷ്യൽ ഇതുണ്ട്. ഓയ്ക്ക് നമ്മൾ ഉ എന്നായിരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പം ഓറഞ്ച് എന്ന് എഴുതുന്ന നമ്മുടെ നാട്ടിലെ ഓറഞ്ച് തന്നെയാണ് ഇതും. പക്ഷെ അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് ഊറഞ്ച് എന്നായിരിക്കും. ഓറഞ്ച് എന്നായിരിക്കില്ല, ഉറാങ്കെ എന്നായിരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഈക്ക് നമ്മൾ എ എന്നുള്ള പ്രൊനൗൺസിയേഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഉറാങ്കെ എന്നായിരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് നമുക്ക് പിക്ക് പേ എന്നാണ് ആ ലെറ്ററിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഓക്കെ. അപ്പം അതിന്റെ ഒരു വേർഡ് എഴുതുവാണേ. പിങ്ക്വീനെ. പെൻഗ്വീനെ എന്നാണിക്കും ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഐക്ക് നമ്മൾ ഇ എന്ന പ്രൊനൗൺസിയേഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഐക്ക് നമ്മൾ ഇ എന്ന പ്രൊനൗൺസിയേഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെൻഗ്വീനെ എന്നൊരു പ്രൊനൗൺസിയേഷനിലോട്ടായിരിക്കും. പെൻഗ്വീനെ ഈക്ക് നമ്മൾ പെൻഗ്വീനെ എന്ന ഒരു പ്രൊനൗൺസിയേഷൻ തന്നെയായിരിക്കും നമ്മൾ ഇതിന്റെ വരുന്നത്. ഇനി അടുത്തത് ക്യൂവിലോട്ട് വരുമ്പോഴത്തേക്കും ക്യൂവിന് നമ്മൾ കൂ എന്നായിരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഇപ്പം ക്യൂ ഒരു ലെറ്റർ നമുക്ക് സ്പെൽ ഔട്ട് ചെയ്യണമെങ്കിൽ കൂ എന്നായിരിക്കും അതിന്റെ നമ്മൾ ആ ലെറ്ററിനെ നമ്മൾ പറയുന്നത്. അപ്പം അതിന്റെ ഒരു വേർഡ് എഴുതുവാണേ. നമ്മുടെ നാട്ടിൽ ക്വിസ് എന്ന് പറയുമെങ്കിൽ അവിടെ ക്വിസ് എന്നായിരിക്കും അതിന് പറയുന്നത്. ഐക്ക് ഈയുടെ പ്രൊനൗൺസിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ക്വീസ് എന്നായിരിക്കും അതിന് ക്വീസ് എന്നായിരിക്കും അവിടെ അതിന് പറയുന്നത്. ഇനി ഈ ആറിനെന്ന് പറയുമ്പോഴത്തേക്കും എർ എന്നൊരു പ്രൊനൗൺസിയേഷൻ ആണ് ആറിന് വരുന്നത്. അപ്പം അതിന്റെ ഒരു ഇത് പറയുവാണെ റോട്ട്. അപ്പം റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്, റോട്ട്. അപ്പം അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് റോട്ട്. റോട്ട് ഒരു എർ എന്നുള്ളൊരു തുടക്കത്തിൽ ഒരു ചെറിയ ഇത് വരും, എന്നാൽ പോലും റോട്ട് ഒരു ആറിന്റെ ഒരു ഫീൽ തന്നെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി എസിന്റെ വരുവാണെ എസ് എന്ന് തന്നെയാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അതിന്റെ ഒരു വാക്ക് എഴുതുവാണെ സൊണ്ണെ. സൊണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ എന്നാണ് സൊണ്ണ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം ഇനി അടുത്തത് ടീക്ക് നമ്മൾ ടേ എന്നാണ് പ്രൊനൗൺസിയേഷൻ ചെയ്യുന്നത്. അപ്പം അതിന്റെ ഒരു വാക്ക് പറയുവാണെ ടേ. ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചായ അല്ലെങ്കിൽ ടീ ആണ് അവിടുത്തെ ടേ എന്ന് പറയുന്നത്. സൊണ്ണയ്ക്ക് നമ്മൾ സൺ എന്നാണ് പറയുന്നത്. റോട്ട് റെഡും. ഓക്കെ. അപ്പം ഓറഞ്ചിനെ നമ്മൾ ഉറാങ്കെ. ശ്രദ്ധിച്ചു വെച്ചോണം, ഓറഞ്ചിന് നമ്മൾ ഉറാങ്കെ എന്നായിരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പം ഇനി അടുത്തത് യുവിന് നമ്മൾ ഉ എന്നൊരു ഫീൽ തന്നെയാണ് നമ്മൾ യുവിനും കൊടുക്കുന്നത്. അതിന്റെ ഒരു വാക്ക് പറയണേ ഉവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച്. നമ്മൾ മണിക്കൂറിന്റെ ഇത് ഒരു 6 മണി സെക്സ് ഉവർ എന്ന് പറയുന്ന അതും ഉവർ തന്നെയാണ്. വാച്ച് അല്ലെങ്കിൽ അവറിനെ നമുക്ക് സൂചിപ്പിക്കാം. അങ്ങനെയാണ് അതിന്റെ ഇത്. ഇനി വിയിലോട്ട് വരുമ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത്. വിക്ക് നമ്മൾ ഫൗ എന്നാണ് പറയുന്നത്. ഇപ്പം ഒരാളുടെ സ്പെല്ലിങ്ങിൽ വി വരുന്നുണ്ടെങ്കിൽ അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ വിക്ക് പകരം ഫൗ എന്നായിരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പം അതിന്റെ ഒരു വാക്ക് എഴുതുവാണെ, നമ്മുടെ നാട്ടിൽ വായിക്കുവാണെങ്കിൽ ഇതിന് വോഗൽ എന്ന് വായിക്കുമെങ്കിൽ ജർമ്മൻകാർ ഇതിനെ ഫോഗൽ എന്നായിരിക്കും വായിക്കുന്നത്. ഇതിന്റെ അർത്ഥം വരുന്നത് ബേർഡ്. അതാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുമ്പോഴത്തേക്കും ഫോഗൽ ഇതായിരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പം അതുപോലെ തന്നെ ഡബ്ല്യുവിന് നമ്മൾ വേ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഡബ്ല്യുവിന് വേ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അതിന്റെ ഒരു വാക്ക് പറയുവാണെ വോൾക്കെ.
വോൾക്കെ എന്നായിരിക്കും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. സോറി, ബെൽക്കെ എന്നായിരിക്കും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ബെൽക്കെ. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വെൽക്കെ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ക്ലൗഡ് എന്നായിരിക്കും. വെൽക്കെ. അപ്പം ചില വാക്കുകളൊക്കെ നമുക്കൊരു അസ്വാഭാവികത തോന്നുമായിരിക്കും. കാരണം മറ്റേ മേളിൽ പറഞ്ഞ പോലത്തെ ഈ പ്രൊനൗൺസിയേഷനിലൊന്നും അല്ലല്ലോ, താഴോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ അത് ജർമ്മൻ ഭാഷ അങ്ങനെയാണ്. അതുമായിട്ട് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പം എക്സിന് നമ്മൾ ഇക്സ് എന്നായിരിക്കും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അതിൻ്റെ ഒരു വാക്ക് പറയുകയാണ് സീലോഫോൺ. സീലോഫോൺ. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് നമ്മൾ സീലോഫോൺ എന്നായിരിക്കും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. എന്തോ ലിറ്ററലി എന്തോ കോൾ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസോ റേഡിയേഷൻ വഴി സിഗ്നൽ കണ്ടെത്തുന്ന ഒരു ഡിവൈസോ അങ്ങനെ എന്തോ അങ്ങോട്ടാണ് സീലോഫോൺ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മാത്രം നമ്മളിപ്പോൾ ശ്രദ്ധിക്കുക. ഒത്തിരി വേർഡ്സിലോട്ട് നമ്മൾ പോകണ്ട. ഇനി വൈക്ക് ഉപ്സിലോൺ എന്നൊരു പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. അത് വൈ എന്നുള്ള ലെറ്റർ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ വൈ എന്നുള്ള ലെറ്റർ വരുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ഒരു കെ വൈ എന്നുള്ളതാണെങ്കിൽ കാ ഉപ്സിലോൺ എന്നായിരിക്കും നമ്മൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പം ഈ വൈ വെച്ചൊരു വാക്ക് പറയുവാണേ യാക്ക്. യാക്ക് നമ്മുടെ നാട്ടിലെ കാള, അതാണ് യാക്ക്. അപ്പം അതും കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്ത ലാസ്റ്റ് ലെറ്റർ, നമ്മുടെ നോർമൽ ആൽഫബറ്റ്സ് 26-ലെ ലാസ്റ്റ് ലെറ്റർ ഇസഡ്, സെറ്റ്. അതിൻ്റെ ഒരു വാക്ക് പറയുകയാണ് സീബ്ര. സീബ്ര എന്നായിരിക്കില്ല, സേബ്ര എന്നായിരിക്കും. നമ്മുടെ സേബ്ര എന്നായിരിക്കും നമ്മുടെ നാട്ടിലെ സീബ്ര തന്നെ. അവിടെ വരുമ്പോഴത്തേക്കും സേബ്ര എന്നായിരിക്കും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പം ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഇതിന് ഈ എ ഒ യു ബി ഇച്ചിരി നീട്ടത്തിൽ, ബിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇച്ചിരി നീട്ടത്തിൽ വര കൊടുത്തേക്കുന്നു. ഇതിനെ നമ്മൾ എസെറ്റ് എന്നും ഇതിനെ യു ഉംലൗട്ട് എന്നും, ഈ മേളിൽ 2 കുത്തിടുന്നതിന് നമ്മൾ ഉംലൗട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ എ ഉംലൗട്ട്, ഇതിന് ഒ ഉംലൗട്ട്, യു ഉംലൗട്ട്, ഇതിനെ നമ്മൾ എസെറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ നമ്മൾ ലെറ്റർ വായിക്കുമ്പോൾ എ ഉംലൗട്ട് എന്ന് നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്, ഒരു വാക്കിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് എ. നമ്മുടെ നോർമലി ഇവിടെ നമ്മൾ എക്ക് ആ എന്നാണ് പ്രൊനൗൺസ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ എക്ക് എ എന്ന് തന്നെയായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഓയ്ക്ക് നമ്മൾ ഐ എന്നായിരിക്കും നമ്മളിവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓയ്ക്ക് ഇ ഐയോ അല്ലെങ്കിൽ നമുക്ക് ഈ നോർമൽ ഐ എന്നാണേലും കൊടുത്താൽ മതി. ഐ എന്നായിരിക്കും ഈ ഓയ്ക്ക് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുപോലെ യു ഉംലൗട്ടിന് യു എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ. അയ്യോ എന്ന് പറയുന്ന പോലെ തന്നെ യു, ഐ ഇ യു എന്നുള്ളൊരു പോലെ ഒരു യു എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ ആയിരിക്കും. യു എന്നുള്ള പ്രൊനൗൺസിയേഷൻ്റെ യു എന്നുള്ള ഒരു പ്രൊനൗൺസിയേഷൻ ആയിരിക്കും അതിൻ്റെ വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതിൻ്റെ വാക്കുകൾ എഴുതി പോവാണെങ്കിൽ എ ഉംലൗട്ടിൻ്റെ ഇതിൻ്റെ നമ്മൾ പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ ബെയർ എന്നായി പോകും. നമ്മുടെ നാട്ടിലെ ബാർ തന്നെ, പക്ഷേ അവിടുത്തെ നമ്മൾ ആ വാക്ക് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ബെയർ എന്നായിരിക്കും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അത് ഞാൻ സൈഡിൽ എഴുതി തരാം. ബെയർ എന്നായിരിക്കും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. നമ്മുടെ നാട്ടിലെ ബാർ തന്നെ. അപ്പം ഇവിടെ ഓ ഉംലൗട്ടിൻ്റെ എൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് ഐ എന്നുള്ളൊരു പ്രൊനൗൺസിയേഷനാണ് ഇതിൻ്റെ വരുന്നത്. ഇതിന് നമ്മൾ ഓൾ എന്നൊരു ഇതായിരിക്കും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഈ 2 ലെറ്റർ ഞാൻ കൂട്ടി എഴുതുന്നുള്ളൂ. ഓൾ എന്നൊരു പ്രൊനൗൺസിയേഷൻ ആയിരിക്കും വരുന്നത്. അപ്പം ഇനി അടുത്തത് നമ്മൾ യു ഉംലൗട്ടിന് യു എന്നായിരിക്കും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഫ്യുൻഫ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 5. നമ്മുടെ 5 എന്നത് നമ്മൾ ജർമ്മനിൽ പറയുമ്പോൾ ഫ്യുൻഫ് എന്നായിരിക്കും നമ്മൾ ജർമ്മനിൽ 5-നെ പറയുന്നത്. ലാസ്റ്റ് വാക്ക് നമ്മൾ എസെറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഫുസ്
ഫുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൂട്ട്. ഫൂട്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഫൂട്ട്. അപ്പം ഫുസ് എന്നായിരിക്കും ഇതിന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഫുസ്. ഒരു എസ് സൗണ്ട്. ഈ ഇതൊരു സാധനം തന്നെ ആയിരിക്കും നമ്മളിവിടെ വരുന്നത്. ഫുസ് എന്നായിരിക്കും ഇതിൻ്റെ നമ്മുടെ ഫൂട്ടിനെ നമ്മൾ പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത്. മൊത്തം ആൽഫബറ്റ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നമ്മൾ തുടക്കത്തിലേ ആയിരിക്കും മിക്കതും കൂടുതലും നമ്മൾ നോക്കാൻ പോകുന്നത്. ആപ്പിളിനാണ് എയ്ക്ക് നമ്മൾ ആ എന്നായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മൾ മൊത്തം 30 ലെറ്റേഴ്സാണ് നമ്മുടെ ജർമ്മൻ ആൽഫബറ്റിലുള്ളത്. ഇനി ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേര് സ്പെൽ ഔട്ട് ചെയ്യാൻ. വാസ് ഇസ് തിയറെ ഫോർനാമെ നാഹ്നാമെ. മൊത്തം നമ്മുടെ വാസ് ഇസ് തിയറെ ഫോർനാമെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത് വാട്ട് ഈസ് യുവർ ഫസ്റ്റ് നെയിം എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ നെയിം ഇവർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നുണ്ട്. ഫോർനാമെ നാഹ്നാമെ. ഫോർനാമെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നെയിം. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റോബിൻ ജോസഫ് എന്നൊരു പേര് വരുവാണേ. ഫോർനാമെ എന്ന് പറയുന്നത് എപ്പോഴും ഈ റോബിൻ എന്നതായിരിക്കും അതിൻ്റെ ഫോർനാമെ. ഇതായിരിക്കും അതിൻ്റെ എപ്പോഴുള്ള നാഹ്നാമെ. അപ്പം ഫോർനാമെ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് നെയിം, നാഹ്നാമെ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് നെയിം. അപ്പം നിങ്ങളോട് എന്നാ പറഞ്ഞേ, ബിറ്റെ ഫോർബ്രൈറ്റൻ സിയറെ ഫോർനാമെ. ഇത് ഫോർബ്രൈറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്പെൽ ഔട്ട് അല്ല ഏത് അത് വിട്ടേരെ. അത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം സ്പെൽ ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ സ്പെൽ ഔട്ട് ചെയ്യും. ഇപ്പോൾ റോബിൻ എന്നുള്ളതാണ് നമ്മുടെ സ്പെൽ ഔട്ട് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നമ്മൾ അത് സ്പെൽ ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. എർ ഉ ബെ ഇ എൻ. അങ്ങനെയായിരിക്കും. ഇപ്പം ഇതുപോലെ തന്നെ ബിറ്റെ ഇത് നിങ്ങളോട് നിങ്ങളുടെ നാഹ്നാമെ ഒന്ന് ഒന്ന് സ്പെൽ ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്പെൽ ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഈ ഒരു പേര് വെച്ചാട്ടോ ഞാൻ പറയുന്നത്. ജെയ്ക്ക് നമ്മൾ യോട്ട് എന്നായിരിക്കും. അപ്പം സ്പെൽ ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. യോട്ട് ഉ എസ് എ പേ ഹ. ഇങ്ങനെയായിരിക്കും അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ ഫോർനാമെ, നിങ്ങളുടെ ഫസ്റ്റ് നെയിം എന്താണോ അതിൻ്റെ ഒരു സ്പെൽ ഔട്ട് ചെയ്ത് ഇതുപോലെ ഇപ്പം റോബിൻ്റെ ആണേ എർ ഉ ബെ ഇ എൻ. അങ്ങനെ നിങ്ങൾ താഴോട്ട് സ്പെൽ ഔട്ട് ചെയ്ത് നിങ്ങൾ പറ്റുവാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഇടുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നാളത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്പേഴ്സ്, മണി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നാളത്തെ ക്ലാസ്സിൽ. പിന്നെ ഏജ് പറയുക, ഈ വർഷം പറയുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്പേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും നാളത്തെ നമ്മുടെ ക്ലാസ്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളാം. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നാളത്തെ ക്ലാസ്സിൽ കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ്.